അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകണമെന്നല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഓലക്കൊടിയനാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടുകൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് വെക്കണ ആ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പക്ഷെ എന്നാൽ തേങ്ങ അരയ്ക്കുകയും വേണ്ട. അത് കഴിഞ്ഞ് ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണേ. ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് ഉലുവ ഇടണം കേട്ടോ. കടുക് ഉലുവ ഇട്ടിട്ട് വേണം മറ്റേ സാധനങ്ങളൊക്കെ ഇടാനായിട്ട്. എന്നിട്ട് ഒരുവിധം നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചേക്കണ അരപ്പ് ഇടാം കേട്ടോ. നമ്മളപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് അരക്കണ അരപ്പിൽ നമ്മൾ പുളിവെള്ളം ഇട്ട് ഒഴിക്കണേ. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ ആ പുളിവെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ നമുക്ക് വേറെ വെള്ളവും ചേർക്കണ്ട, ആ പുളി വരികയും ചെയ്യും. കുറച്ച് വിനാഗിരിയും കൂടി വേണമെങ്കിൽ ഒഴിച്ചോട്ടാ. ഇച്ചിരി പുളി കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ മതി. എന്തായാലും ഞാൻ വിനാഗിരി ഒഴിക്കണില്ല. ഇനി ഇത് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ മീൻകറിക്ക് മിക്കവാറും അവരങ്ങനെ വെക്കണേ, അല്ലാതെ തേങ്ങയൊന്നും അരച്ചൊഴിക്കില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ മൂപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം വരട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിട്ട് അരച്ച് വെച്ചേക്കണം അരപ്പ് ഒഴിക്കാം കേട്ടോ. ഒരു ബ്രൗൺ കളറായാൽ മതി. അത്രയും നേരം ഒന്ന് അരച്ചാൽ മതി നല്ല ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചേക്കണം അരപ്പ് എടുത്ത് ഒഴിക്കാം. അപ്പോഴേക്കും നമ്മുടെ മീൻകറിക്കുള്ള അരപ്പ് റെഡി ആവും. പിന്നെ ആ കുടംപുള്ളി വെള്ളത്തിലിട്ട് വെച്ചല്ല, അതും കൂടി ഒഴിക്കണം കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മീനിടാം കേട്ടോ. ഇന്ന് ഞങ്ങൾ മേടിച്ചാണ് ഓലക്കൊടിയനാണ്. സാധാരണ മേടിക്കാറ് കേരയും ചൂരയൊക്കെ ഇടാം, പക്ഷേ ഓലക്കൊടിയൻ നല്ലതാട്ടോ. ഓലക്കൊടിയൻ എനിക്ക് തോന്നുന്നത് വൈറ്റ് മീറ്റ് അങ്ങനെ എന്തോ ആണെന്ന്. അപ്പോൾ ഞാൻ അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. അരപ്പ് ഒഴിച്ചിട്ട് നല്ലപോലെ അരപ്പ് ഇളക്കി മൂപ്പിച്ചെടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച മുളകല്ലേ, മുളക് പൊടി സാധനങ്ങളൊന്നും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചില്ലല്ലോ. അപ്പോൾ ഇത് അരപ്പ് ഒഴിച്ചിട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ജാറൊക്കെ കഴുകി ഒഴിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഈ അരപ്പും കൂടി ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ള പുളിവെള്ളവും കൂടി അതിട്ട് ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചാറ് വേണമെന്ന് വെച്ചാൽ അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മീനെടുത്തിടാം. മീനെല്ലാം ഞാൻ പീസാക്കി വെച്ചിട്ടുണ്ട്. അവർ നല്ല വലിയ പീസായിട്ട് കണ്ട് ഞാൻ പിന്നെ അത് കുഞ്ഞു പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനും കൂടി ഇട്ട് ഒരു 10-15 മിനിറ്റ് തിളച്ച് അത് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പയ്യെ അവിടെ കിടന്ന് തിളച്ചോളും. അപ്പോൾ എൻ്റെ ഇന്നത്തെ കറിയാണ് ഓലക്കൊടിയനാണ്. അപ്പോൾ ഈ കറി ഏകദേശം നല്ലോണം തിളച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമാണ് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, ബൈ.